അല്പകാലം ചികിത്സയിലായിരുന്ന നമ്മുടെ മഹാനടൻ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന വാർത്ത ലോക മലയാളികൾ വളരെ സന്തോഷത്തോടെയാണ് എതിരേറ്റത്. സാമൂഹിക മാധ്യമങ്ങളും ആരാധകരും മറ്റു മാധ്യമങ്ങളും അതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയെടുത്തു. ഇതൊരു അനിതര സാധാരണമായ അനുഭവമായിരുന്നു. സാധാരണഗതിയിലെ രാഷ്ട്രീയ നേതാക്കളോ മറ്റു സെലിബ്രിറ്റികളോ രോഗം മൂലം ചികിത്സയിലാവുമ്പോൾ പിന്നീട് അതിനുശേഷം മടങ്ങി വരുമ്പോൾ ഇതുപോലൊരു പ്രതികരണം ഉണ്ടായി കണ്ടിട്ടില്ല. ചിലപ്പോൾ മാധ്യമങ്ങളിൽ ഒരു കോളം വാർത്ത, ഇന്ന വ്യക്തി തിരിച്ചു വന്നു, ചുമതലയേറ്റു, അദ്ദേഹം പ്രവർത്തന നിരതനായി എന്നൊക്കെ ഒരു ചെറിയ വാർത്തകളിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ മമ്മൂട്ടിയുടെ കാര്യത്തിൽ അതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം. മലയാള ചലച്ചിത്ര ലോകമാകെ ഈ വാർത്ത കേട്ട് ത്രസിക്കുന്നതായിട്ടാണ് തോന്നിയത്. ഇത് വളരെ അസാധാരണമായ ഒന്നായിരുന്നു. അതിന്റെ പ്രധാന കാരണം മമ്മൂട്ടിയെ മലയാളികൾ എത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി എത്ര ആകാംക്ഷയോടെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയായിരുന്നു എന്നും ഈ പ്രതികരണം തെളിയിച്ചു. സിനിമയ്ക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച മമ്മൂട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമാനവുമാണ് ഇതെന്ന് തോന്നി. ഒരു ദേശീയ പുരസ്കാരത്തെക്കാൾ എത്രയോ ഉയരത്തിലാണ് ജനങ്ങളുടെ അംഗീകാരം. നമുക്കറിയാം, രാഷ്ട്രീയ നേതൃത്വം വിചാരിച്ചാല് ദേശീയ പുരസ്കാരങ്ങൾ തീരുമാനിക്കുന്നതിലൊക്കെ തിരിമറികൾ നടത്താൻ സാധിക്കും. അവിടെ മറിമായങ്ങൾ സംഭവിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ജനങ്ങളുടെ സ്നേഹാദരം, അതിന്റെ അണമുറിയാത്ത പ്രവാഹം, അതിനെ തടയാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്കോ മറ്റു ശക്തികൾക്കോ കഴിയുകയില്ല. സത്യം പറഞ്ഞാല് കേൾക്കാനായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത. അതാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ പറ്റി പറയാനുള്ളത്. സംവിധായകനായ CB മലയിൽ അങ്ങനെയാണ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. കേൾക്കാനായി കാതോർത്ത് പ്രാർത്ഥനയോടെ കാത്തിരുന്ന സന്തോഷ വാർത്ത. മോഹൻലാലിന്റെ പ്രതികരണം ഒരു ചിത്രമായിരുന്നു. മമ്മൂട്ടിയെ മോഹൻലാൽ ചുംബിക്കുന്ന ഒരു ചിത്രം. അടിയില് ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ 2-3 ഇമോജികൾ. വളരെ വാചാരമായിരുന്നു. ആ മൗനം വളരെ വളരെ വാചാരമായിരുന്നു. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും സാധാരണക്കാരുടെയും ഒക്കെ ഇത്തരത്തിലുള്ള സ്നേഹ പ്രഭാഗത്തിൽ അല്ലെങ്കിൽ സന്തോഷ കുറിപ്പുകളിൽ അദ്ദേഹത്തിന് ചില പുതിയ പേരുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ടൈഗർ എന്നാണ് നടി മഞ്ജു വാര്യർ മമ്മൂട്ടിയെ വിശേഷിപ്പിക്കുന്നത്. വെൽക്കം ബാക്ക് ടൈഗർ എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതുപോലെ ടൊവിനോ തോമസ് മമ്മൂട്ടിയെ അഭിസംബോധന ചെയ്തത് ചീഫ് എന്നാണ്. അതായത് മലയാള സിനിമയുടെ ചീഫ്, എതിരേറ്റ നായകൻ. അദ്ദേഹവും മഞ്ജു വാര്യരെ പോലെ വെൽക്കം ബാക്ക് ചീഫ് എന്ന പ്രതികരണം സാമൂഹിക മാധ്യമങ്ങളിൽ നൽകി. എല്ലാം ഓക്കെ എന്ന് അദ്ദേഹത്തോടൊപ്പം എപ്പോഴും കാണാൻ പറ്റുന്ന രമേശ് പിഷാരടി കുറിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് കൂടിയായിരുന്നു. എല്ലാ പരിശോധനകളിലും സ്കാനിങ്ങിനുമെല്ലാം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പിഷാരടി, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ബന്ധു എന്ന് പറയാവുന്ന സുഹൃത്ത് രമേശ് പിഷാരടി എല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉമാ തോമസ് MLA കുറിപ്പ് വളരെ ഹൃദയസ്പർശിയായി. ഇതുപോലെ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയി അത്ഭുതകരമായി തിരിച്ചു വന്ന ആളാണ് ഉമാ തോമസ്. കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണ് വളരെ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ഏറെ നാൾ ചികിത്സയിൽ കഴിയുകയും ചെയ്ത ആളാണ് ഉമാ തോമസ്. മമ്മൂട്ടി ആ സമയത്ത് ഉമാ തോമസിന്റെ ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ആശംസകളൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്ന ആളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഉമാ തോമസ് വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെയാണ് കുറിക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരാളുടെ ആശ്വാസം നന്നായി അറിയുന്ന ആളാണല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിലുള്ള സന്തോഷം അറിയിക്കുന്നതും അദ്ദേഹത്തിന് ഉമ ആശംസകൾ നേരുന്നതും. നിർമ്മാതാവും അടുത്ത സുഹൃത്തുമായ ആന്റോ ജോസഫും അതുപോലെ ഒരു സന്തോഷ സഹചാരി എന്ന് പറയാവുന്ന ജോർജും അവര് സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റിലൂടെയാണ് ദാ മമ്മൂട്ടി തിരിച്ചു വരുന്നു, രോഗവിമുക്തി നേടിയിരിക്കുന്നു, താമസിയാതെ സിനിമാ അഭിനയ രംഗത്തേക്ക് മടങ്ങുകയാണ് എന്ന വാർത്ത മലയാളികൾ അല്ലെങ്കിൽ ലോകം അറിഞ്ഞത്. അതിനെ തുടർന്ന് ആരാധകരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും പ്രതികരണങ്ങൾ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള
ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു, ദൈവമേ നന്ദി എന്നാണ് ആന്റോ ജോസഫ് പറഞ്ഞത്. അതേ മട്ടിലുള്ളതായിരുന്നു ജോർജിന്റെയും പ്രതികരണം. മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ സ്ഥാനം എന്താണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രതികരണങ്ങൾ. ടൈഗർ, ചീഫ്, മാലാപാർവതി പറഞ്ഞതുപോലെ രാജാവ് മുതലായവയൊന്നും വെറും വിശേഷണ പദങ്ങളല്ല. അതൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. അവരൊക്കെ ഒരു യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് പകരം വെക്കാൻ വേറൊരാളില്ല. പകരം വെക്കാൻ വേറൊരാളില്ലാത്ത അവസ്ഥയിലാണ് ഇതുപോലുള്ള തിരിച്ചുവരവുകൾ ആഘോഷമാകുന്നത്. മമ്മൂട്ടിക്ക് പകരം മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ചികിത്സയിലായിരുന്ന 6 മാസം വളരെ കൃത്യമായിട്ടും വ്യക്തമായും തെളിയിച്ചു കൊടുത്തു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂട്ടി രോഗബാധിതനായി ചികിത്സയിൽ പോയത്. മോഹൻലാലും കുഞ്ചാക്കോയും മറ്റും അഭിനയിക്കുന്ന ഒരു വലിയ ബഡ്ജറ്റ് ചിത്രമാണ്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ചിത്രീകരിക്കുന്ന ഒന്നാണ്. അതിന്റെ ഷൂട്ടിങ്ങിലേക്ക് അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റത്തില്ല. അത്തരത്തിലൊരു ആളാണ്, സിനിമ ശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എത്ര കാലം അങ്ങനെ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ സാധിക്കും? ഒരുപക്ഷെ ചികിത്സയിലായിരുന്ന സമയത്ത് അദ്ദേഹം എത്ര വിമ്മിഷ്ടം അനുഭവിച്ചു കാണുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് നടൻ ജോയി മാത്യു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത്. സിനിമ വിട്ട് താങ്കൾ ഇവിടെ പോകാൻ, അത്രമേൽ താങ്കൾ സിനിമയെ സ്നേഹിക്കുന്നുവല്ലോ. ജോയി മാത്യു പറഞ്ഞതിലുള്ള ഒരു കാര്യം, സിനിമയുടെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സിനിമ ഏറ്റവും നല്ലതാക്കാൻ, മെച്ചപ്പെടുത്താൻ അദ്ദേഹം എടുക്കുന്ന എഫർട്ട്, അല്ലെങ്കിൽ നല്ല സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സഹിക്കുന്ന പലതരത്തിലുള്ള ത്യാഗങ്ങൾ, അതാണ് മമ്മൂട്ടിയെ മലയാള സിനിമയിൽ ഏറെ വ്യത്യസ്തനാക്കുന്നത്. നല്ല കഥാപാത്രങ്ങൾ, അതിനെ അവതരിപ്പിക്കാൻ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഒന്നും നോക്കാറില്ല. അതനുസരിച്ചുള്ളൊരു മേക്ക് ഓവറിന് അദ്ദേഹം തയ്യാറാവും. മൃഗയ, സൂര്യമാനസം, നിറക്കൂട്ട് തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ റോളുകൾ അത് വ്യക്തമാക്കുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സവിശേഷത ചെറുപ്പക്കാരായ സംവിധായകർക്ക് നൽകുന്ന അവസരങ്ങളാണ്. നല്ല കഥയുമായി അദ്ദേഹത്തെ സമീപിക്കുന്ന നവാഗതരായ സംവിധായകരെ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്തി മടക്കി അയക്കാറില്ല. കഥകൾ സ്വീകാര്യമാണെങ്കിൽ, അദ്ദേഹത്തിന് പറ്റിയതാണെങ്കിൽ, സംവിധായകൻ എത്ര പരിചയസമ്പന്നനാണോ അതോ നവാഗതനാണോ തുടക്കക്കാരനാണോ എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹം സമയം കൊടുക്കും. വാസ്തവം പറഞ്ഞാൽ മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ അടുത്ത കാലത്ത് കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ ഇറങ്ങിയ നല്ല ചില മലയാള സിനിമകൾ ഉണ്ടാവുമായിരുന്നില്ല. ടൈഗർ അങ്ങയുടെ തിരിച്ചുവരവിൽ പ്രൈം വിറ്റ്നസും അങ്ങേയറ്റം സന്തോഷിക്കുന്നു. മലയാള സിനിമയുടെ ചീഫായി, രാജാവായി നീണാൾ വാഴുക.